പിന്നെ ഈ ഒരു സിനിമ അന്ന് പ്രിയദർശൻ റീമേക്ക് ചെയ്തിരുന്നത് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ട് ലേസ ലേസ എന്ന് പറഞ്ഞ പേരിൽ. അന്ന് അതിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിരുന്നു. എത്ര പേർക്ക് അത് ഓർമ്മയുണ്ടെന്ന് അറിയില്ല. കാരണം അന്ന് റൈറ്റ്സ് സമ്മർ ബദൽഹേമിൻ്റെ റൈറ്റ്സ് വാങ്ങാതെ ആണ് പ്രിയദർശൻ അത് ചെയ്തതെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. എന്നിട്ട് ഇവർ അതിൻ്റെ ഒരു പേരിൽ ഒരു കേസും കാര്യങ്ങളൊക്കെ പോയപ്പോൾ പ്രിയദർശൻ പറഞ്ഞു, ഞാൻ സമ്മർ ബദൽഹേം അല്ല, ഞാൻ വേറെ ഒരു 2 ഇംഗ്ലീഷ് സിനിമയിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ തർക്കങ്ങളൊക്കെ സംഭവിച്ചു. അത് തൃശ്ശയായിരുന്നു അഭിനയിച്ചത്, ശ്യാം എന്ന് പറഞ്ഞ നടൻ. പിന്നെ ജയറാമിൻ്റെ റോൾ അത് വിവേകാണ് ചെയ്തത്. അപ്പം അതിൽ ശരിക്കും അന്ന് ശ്യാമിൻ്റെയും തൃശ്ശയുടെ ഒക്കെ തുടക്കകാലത്താണ്. അപ്പോൾ ഇവർ 12B എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ ഒന്ന് ചെയ്ത് ശ്യാം ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പിലേക്ക് ഇങ്ങനെ കയറി വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സിനിമ വന്ന് കുഴപ്പമില്ലാത്തൊരു വിജയമായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ, ലേസ ലേസ. പക്ഷേ പിന്നീട് ഇവർ ആ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് സോൾവ് ആക്കി. എനിക്ക് തോന്നുന്നു കുറച്ച് കോമ്പൻസേഷൻ കൊടുത്തു എന്നൊക്കെ തോന്നുന്നു. എനിക്കിപ്പോൾ കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്തായാലും അത് പക്ഷേ ഫുള്ളായിട്ട് സമ്മർ ബദൽഹേം എന്ന് പറയാൻ പറ്റില്ല. ഇതിൽ മോഹൻലാൽ ക്ലൈമാക്സിൽ വരുന്നുള്ളൂ. അതിലൊരു മാധവൻ്റെ ഒരു ക്യാരക്ടർ അത്യാവശ്യമുണ്ട്. ഒരു സോങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സിനിമ കണ്ട എല്ലാവർക്കും കുറേ ഹാരിസ് ജയരാജിൻ്റെ ഉഗ്രൻ പാട്ടുകളൊക്കെ ആയിരുന്നു. ഹാരിസ് ജയരാജിൻ്റെ ഒരു തുടക്കകാലത്തെ കത്തിക്കേറി വരുന്ന ഒരു സമയമായിരുന്നു അത്.